ഇന്ന് വാട്സപ്പിൽ ഈ ക്യാമറാമാൻ ഷെയർ ചെയ്ത് തന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു കഥ. ഈ ദിവസങ്ങളിൽ വാട്സപ്പിൽ അതെല്ലാം ഒരുപാട് പ്രചരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സുന്ദർ പിച്ചയുടെ കഥ. അതായത് ഒരു 8 മണിക്ക് ഒരു പാർട്ടിയിലേക്ക്, നൈറ്റ് പാർട്ടിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫൈഫൊക്കെ നേരത്തെ അവിടെ എത്തി. പോണ വഴിയിൽ അയാൾ വഴി തെറ്റി സമയത്തൊന്നും എത്താൻ കഴിയാതെ ഒരുപാട് വഴി തെറ്റിപ്പോയി 12 മണിയോടുകൂടി എത്തി. പിന്നീട് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എത്താത്തതിനുള്ള പരിഭവങ്ങളും പരാതികളും നമ്മൾ ഏത് ഭാര്യമാരെ പോലും അങ്ങനെ അതുപോലെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായ കഥ. അങ്ങനെ അയാൾ നെക്സ്റ്റ് ഡേ അതിൽ ചിന്തിച്ചത് തനിക്ക് തെറ്റിപ്പോയൊരു വഴിയിൽ നിന്നാണ് ഒരു പുതിയ നമുക്ക് വഴികൾ തെറ്റാതെ പോകാനുള്ളൊരു വഴി എന്താണെന്ന് ചിന്തിക്കുക. അത് തൻ്റെ കൊളീഗ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ 2004 അയാളുടെ ചർച്ചകളുടെ ഫലമായിട്ടാണ് 2005 നമ്മൾ ഇന്നൊക്കെ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് വന്നത്. അത്ര ഞാൻ അതിൽ ജസ്റ്റ് വാട്സാപ്പിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോയൊരു വഴിയിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ ഈ ലോകത്ത് 8 ഒരാൾ വീതം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഓരോരോ വഴികളിലേക്ക്, ഓരോ നിയോഗങ്ങളായിരിക്കാം, നിമിത്തങ്ങളായിരിക്കാം, ചില പരിശ്രമങ്ങളായിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ എത്തിച്ചേരുന്ന വഴി. നമുക്ക് ജനിച്ചപ്പോൾ നമ്മൾ പഠിച്ചു തന്നായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പഠിച്ച വഴിയിൽ നിന്നൊക്കെ വേറിട്ട് ഇപ്പോൾ ഒത്തിരി പേരെല്ലാം ചോദിക്കാറുണ്ട്, അതൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷത്തോടുകൂടി പിന്നെ അതിൽ എത്തിച്ചേരുന്ന നമ്മൾ ഓരോ നിമിത്തങ്ങൾ എന്ന് പറയില്ലേ, ഓരോരോ കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ നമ്മൾ 2017 ഫാബ്ലൻസ് ഗാർമെൻസിൻ്റെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ചെറിയ രീതിയിൽ ഹോൾസെയിലായിട്ട് കുർത്തികളുടെ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മുടെ കഥകൾ. അങ്ങനെ ഒരു പ്രളയം വന്ന് എല്ലാം തൂത്ത് തെറിച്ച് എല്ലാം കൊണ്ടുപോയി, ഫുൾ സംഭവങ്ങൾ പോയി. നമുക്ക് ടോട്ടൽ ലോസ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ മെല്ലെ തിരിച്ചു വന്നു, അഭിമാനത്തോടുകൂടി തന്നെ പറയാം. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് കോവിഡ് വന്ന് അങ്ങനെ ഒരു 2021 മെയ് 26 വന്ന് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏറ്റെടുത്തൊരു പ്രസ്ഥാനം അത് എങ്ങനെയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്രത്തോളം വളരുമെന്നോ യൂട്യൂബ് എന്താണെന്ന് അറിയില്ലായിരുന്നു, ഒന്നും അറിയാം. നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മുടെ കഥകൾ. അങ്ങനെയാണ് ഓരോ ചുവടും മെല്ലെ മുമ്പോട്ട് വെച്ചത്. ഇപ്പോൾ വലിയ സംഭവമായി എന്നല്ല എങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി മാക്സിമം വർക്ക് ചെയ്യുന്നു. ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ഓൺലൈൻ ഒരു ഫീൽഡിൽ നമുക്ക് ഒരുപാട് എന്തെങ്കിലും കഴിയുന്നത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് സിൻസിയറായിട്ട് തന്നെ വർക്ക് ചെയ്ത്, കാരണം നമ്മൾ ഫാമിലി, നമ്മുടെ ഒപ്പം കുറേ പേര് ലേഡീസിൻ്റെ ഫാമിലി, അവരെല്ലാവരും ഒരു കുടുംബം പോലെ അങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മെയ് 26 2024 മെയ് 26 എത്തുമ്പോൾ നമ്മുടെ 3ാം വാർഷികമാണ്. ഒരുപാട് ആഘോഷങ്ങൾ ഇങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ കടന്നു പോവുകയാണ്. ഈ വർഷം സൺഡേ ആയതുകൊണ്ട് നമുക്കിവിടെ സാധാരണ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ തോതിൽ നാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മധുരെങ്കിലൊക്കെ കൊടുത്തിട്ട് വേറെ ഒരുപാട് ആഘോഷം. കാരണം നമുക്ക് ആശങ്കകളുടെ ഒരു പെരുമഴക്കാലം വീണ്ടും വരുന്നുണ്ട്, എപ്പോഴും കരുതിയിരിക്കും. കാരണം നമുക്ക് അനുഭവങ്ങൾ പഠിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ വന്നൊരു കസ്റ്റമർ ചോദിച്ചു, നിങ്ങൾക്ക് അന്ന് പ്രളയത്തിനെല്ലാം നഷ്ടമായി എല്ലാം പോയി, എന്നിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത്? പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോരോ നഷ്ടങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ പകച്ചു നിൽക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അതിന് എല്ലാവരും എല്ലാത്തിനും ഉപരി ദൈവത്തിൻ്റെ സപ്പോർട്ടുണ്ട്, ദൈവാനുഗ്രഹം കൊണ്ടാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്ന് നമ്മൾ 3ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. യൂട്യൂബ് ചാനലിൻ്റെ ഷോപ്പ് നമുക്ക് അതിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹവും സഹകരണവും എല്ലാം വേണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എങ്കിലും ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, ചിലർ ഭാഷ കുറച്ച് രൂക്ഷമായി പോകുമെങ്കിൽ ഇപ്പോഴും ഇത് തന്നെയാണോ കൊണ്ടുവരുന്നത്, കോട്ടനാണോ കുറച്ച് കൊണ്ടുവന്നൂടെ, അങ്ങനെയൊക്കെ ചോദിക്കും. നമുക്ക് ഓരോ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. നമ്മൾ ഓരോന്നിനെക്കുറിച്ചും പഠിച്ചിട്ട്, അപ്പോൾ മസ്ലിൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സാമ്പിൾ മസ്ലിൻ വരുത്തിയപ്പോൾ അത് മിക്സഡ് മെറ്റീരിയൽ, നമുക്ക് പ്യുവർ ആവില്ല. അപ്പോൾ മാക്സിമം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു സംഭവം, ഒരു പുതിയൊരു ഐറ്റം നമുക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മൾ സ്ഥിരമായിട്ട് ഡീൽ ചെയ്യുന്ന കോട്ടൺ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കോട്ടനെ കുറിച്ച് അറിയാം. അപ്പോൾ ഓരോന്നും പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിന് കഴിയുന്നത്ര തെറ്റുകുറ്റങ്ങളില്ലാതെ, പിന്നെ എപ്പോഴും റിസ്ക് ഉള്ളൊരു ഫീൽഡാണ് നമുക്കറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ചില പാളിച്ചകൾ നമുക്ക് വരാം, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും നന്നായി തന്നെ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവണം. അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം നമ്മുടെ വീണ്ടും ഒരു കോട്ടൺ കളക്ഷൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ, സ്വാഗതം. ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ, ഇന്നത്തെ ആനിവേഴ്സറി സ്പെഷ്യൽ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ലാത്ത ഒരു വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബ്ലൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പുറകോട്ടുള്ള വീഡിയോസൊക്കെ സമയം പോലെ ഒന്ന് ഓടിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള, നമ്മൾ തുടക്കം തൊട്ട് ഒരുപാട് ക്യാമ്പ്രിക് കോട്ടൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ, സ്കൂളുകാർക്കും ബാക്കി എല്ലാവർക്കും, ജോലിക്കാർക്കും എല്ലാവർക്കും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ, എന്നാലും ചിലതിനൊക്കെ കളർ ലീക്കിംഗ് ഉണ്ടാവും. കോട്ടൺ ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ കോർണറിൽ നിന്ന് കട്ട് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുക, കളർ ലീക്കിംഗ് ഉണ്ട്. ഓരോ ഫാബ്രിക്കിനെ കുറിച്ചും പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന പോലെ. നമുക്കിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അതെങ്ങനെയൊക്കെ, അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ക്യാമ്പ്രിക് കോട്ടണിൽ ഒരു ലീഫ് ഇലകളിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള
നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം, 2 പീസ് സെറ്റുകളാണ്. സെറ്റായിട്ട് തന്നെ വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പ് വേണമെങ്കിൽ അത് മാത്രം വാങ്ങാം, ബോട്ടം വേണമെങ്കിൽ അങ്ങനെ അത് മാത്രം വാങ്ങാം. നല്ല ഗ്രീൻ കളറിൽ വരുന്നു, ലീഫ് പാറ്റേണിൽ. നമുക്ക് സിമ്പിളായിട്ട് ടോപ്പ് സെറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന, ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, ഫസ്റ്റ് 2-3 വാഷസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മുകളിൽ ഇതിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരാത്തൊരു മെറ്റീരിയലാണ്. അങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടൺ, 44 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. അപ്പോൾ ഏറ്റവും നല്ലത് ഇത് സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇത് ടോപ്പ്, ഇത് ബോട്ടം. എന്നിട്ട് നമുക്ക് മെറൂൺ കളർ ഷിഫോൺ ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടൺ മെറ്റീരിയൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ വിഡ്ത്ത് കുറച്ച് ഉള്ള ദുപ്പട്ട മതിയെങ്കിൽ 1.25 മീറ്ററിൽ കട്ട് ചെയ്ത് സെൻറ്റർ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. 1.25 മീറ്ററിൻ്റെ 2 പീസ് ഉണ്ടാവും. അതിൽ ഒരു പീസിനെ വീണ്ടും സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് രണ്ടറ്റത്തും ജോയിൻ ചെയ്തിട്ട് നീളം ക്രമീകരിച്ച് അങ്ങനെ വേണമെങ്കിൽ ദുപ്പട്ടയ്ക്ക് മാറ്റപ്പോൾ സെറ്റ് പോലെ തന്നെ വരും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഷിഫോൺ ദുപ്പട്ട നമുക്ക് ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ദുപ്പട്ട കൂടെ വേണമെങ്കിൽ അവർ പറഞ്ഞാൽ മതി, സെറ്റ് ചെയ്ത് കാണിച്ചു തരും, സമയം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇത് ഫസ്റ്റ് സെറ്റ് അങ്ങനെ വരുന്നു. ടോപ്പ് ബോട്ടം ഇങ്ങനെ. ഇനി ഇത് ലൈൻസ് പാറ്റേണിൽ മാത്രം കോളർ നെക്കോ അങ്ങനെ എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തികൾ ചെയ്യാനോ നൈറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ലൈൻസ് പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലതാണ്. അപ്പോൾ ഇതിന് മെറൂൺ ബോട്ടം ഇട്ടിട്ട് ബോട്ടം മെറ്റീരിയൽ പോപ്ലിനിൽ അവൈലബിൾ ആണ്, 100 റുപ്പീസ് പെർ മീറ്റർ. ഏത് കോട്ടൺ ആണെങ്കിലും പോപ്ലിൻ മെറ്റീരിയൽ ആണെങ്കിലും 2-3 വാഷസ് ഒക്കെ വരെ കളർ ലീക്കിംഗ് ഉണ്ടാവാം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ 120, 120 രൂപ അങ്ങനെ. ഇത് ടോപ്പും ഇത് ബോട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ ടോപ്പും ബോട്ടും എടുത്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കൊരു സാധാ സെറ്റായി. അതിൻ്റെ കൂടെ നമുക്കിതാ ഈ ഒരു ഹക്കോബ ഇങ്ങനെ വരുന്നു. ഈ ഹക്കോബാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹക്കോബയുടെ ഇപ്പോൾ ഒരു ട്രെൻഡ് കുറച്ച് കാലമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരുമ്പോൾ മിസ്സാക്കണ്ട, കാരണം ഇത് നമുക്ക് ഓരോരോ വെറൈറ്റി ഡിസൈൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വരുന്നു. ഓൾ ഓവർ ത്രെഡ് വർക്ക് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ കട്ട് വർക്ക് ഉണ്ട്. അതിനിടയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇത് ഇങ്ങനൊരു ടോപ്പും ഇങ്ങനൊരു ടോപ്പ് എടുത്തിട്ട് ഇങ്ങനൊരു ബോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ ഹക്കോബയൊക്കെ ഏകദേശം ഒരു 50 ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരെ, 50 to 52 ഇഞ്ച്. ഇതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ മെറൂൺ ക്രേപ്പ് ലൈനിങ് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ലൈനിങ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൊൽക്ക ഡോട്ട്സിൻ്റെ പോലെ ഫീൽ തരുന്ന പോലെ ഈ മെറൂൺ കളറും കാണും. അപ്പോൾ ഈ ബോട്ടം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനൊരു ചെറിയ പീസ് കൊണ്ട് യോക്ക് പോലെ വെച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഹക്കോബ ഇത് അങ്ങനെ വരുന്നു. ഇനി അതല്ല, ഇത് നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം. എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്തിൽ ഹക്കോബ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാം, ഫുൾ ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്ക്. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് 52 ഉണ്ടെങ്കിൽ വർക്ക് പോർഷൻ ഒരു 48 to 50 ആണ് വരിക. 300 റുപ്പീസ്, 300 രൂപ. ഇത് നല്ല കാംബ്രിക് കോട്ടണിലെ പ്രീമിയം ഹക്കോബയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 130 റുപ്പീസിൻ്റെ ഹക്കോബസ് കൊണ്ടുവന്നിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഓരോന്നും തമ്മിൽ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു കാംബ്രിക് കോട്ടണിൽ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ ഇനി അടുത്ത കളർ വരുന്നു നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ, അതേ ലീഫ് പാറ്റേണിൽ ഇതങ്ങനെ വരുന്നു. ഇത് അപ്പോൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അങ്ങനെ എടുക്കുക. ഇതിങ്ങനെ വരുന്നു ടോപ്പ്, ഇങ്ങനെ ബോട്ടം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സിംഗിളായിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും ബോട്ടംസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇതിങ്ങനെ വരുന്നു 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. ഇങ്ങനെ ടോപ്പ്, ഇതിങ്ങനെ ബോട്ടം. അപ്പോൾ ഇതിനും നമുക്കതുപോലെ ഇങ്ങനെ ഒരു ടോപ്പും ബോട്ടം എടുക്കുന്നവർക്ക് ഒരു ബോട്ടത്തിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഇതിങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ ഒരു എക്സാക്റ്റ് 100% മാച്ച് അല്ലെങ്കിൽ പോലും നമുക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗിയുള്ള രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരു ഇന്നർ ആൻഡ് കോട്ട് പോലെ വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതൊരു കോഫി ബ്രൗൺ കളർന്ന ഒരു ഗ്രേ കളറാണ്. ഇതൊരു പക്ക ഗ്രേ കളറാണ്. എങ്കിലും നമുക്കൊരു ചില കളേഴ്സിൽ ഒരു അനച്ചന്തം വരുന്നത് അങ്ങനെയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് മാത്രം എടുക്കണമെങ്കിലും അതിൻ്റെ കൂടെയും നമുക്ക് ഇങ്ങനെ ഈ ക്രേപ്പ് വെച്ച് കഴിയുമ്പോൾ കണ്ടോ, അപ്പോൾ അതിന് ആ ഒരു ലൈറ്റ് ഷെയ്ഡിന് നമുക്കൊരു ഡാർക്ക് കളറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മെറൂൺ പൈപ്പിംഗ് അല്ലെങ്കിൽ ലേസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ചോയ്സാണിത്. ഇങ്ങനെ വരുമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാംബ്രിക് കോട്ടണിൽ ഇതിങ്ങനെ വേണ്ടവർക്ക് ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. സ്ക്രീനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 നമ്പർ ഉണ്ടാവും. അത് ഓർഡർ ചെയ്യാനുള്ള നമ്പറാണ് വാട്സപ്പ് വഴി. ഇത് അങ്ങനെ വരുന്നു. ഇത് ലൈൻസ് പാറ്റേണിൽ 120, 120 രൂപ. അതിൽ നിങ്ങൾക്ക് ആ 3 നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയാം. ഇത് നമുക്ക് വിഡ്ത്ത് കുറഞ്ഞതാണ് വരുന്നത്. ഒരു 42 ഇഞ്ചാണ് വിഡ്ത്ത് വരിക. ഒരു 38 to 40 ഇഞ്ചാണ് വർക്ക് പോർഷൻ വരിക. ഇങ്ങനെ വരുന്നു 250 റുപ്പീസ്, 250 രൂപ അങ്ങനെ വരുന്നു. ഇനി നമുക്ക് അടുത്ത് നമ്മൾ കഴിഞ്ഞ് കുറച്ച് മുമ്പ് വന്നിരുന്നു ഒരു ഒലിവ് ഗ്രീൻ, കുറച്ചുകൂടെ ഒരു ബ്രൈറ്റായ ഒലിവ് ഗ്രീൻ. ഇത് കുറച്ചുകൂടെ ഒരു പേസ്റ്റൽ ഫീല് തരുന്ന ഒരു ഗ്രീനാണ്. ഒരു പേസ്റ്റൽ ഒലിവ് ഗ്രീൻ എന്ന് പറയുമോ എനിക്കറിയില്ല. കളറിൻ്റെ കാര്യത്തിൽ നമ്മളിതാ ഇങ്ങനെയായിരുന്നു വരുന്നത്. ആ ഒരു സുന്ദരി ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളിന്ന് കലങ്കാരി കാണിക്കുന്നുണ്ട്. കലങ്കാരിയുടെ 3 പീസ് സെറ്റ്, 2 പീസ് അന്ന് ദുപ്പട്ട ആൻഡ് ബോട്ടം കാണിച്ചത് ഞാൻ പെട്ടെന്ന് വന്ന വഴിയെ
പെട്ടെന്ന് വീഡിയോ ചെയ്തതാണ്. കാരണം സൺഡേ വീഡിയോ കാണിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 10 to 15 പീസസാണ് ഈച്ച് ഡിസൈനിൽ ദുപ്പട്ട ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് കാണിച്ചു, അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഒട്ടും വറീഡ് ആവണ്ട, അത് റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റീസ്റ്റോക്ക് മീൻസ് പുതിയ സ്റ്റോക്കുകൾ ഉണ്ടാക്കാൻ കൊടുത്തിട്ട് സമയം എടുക്കും, എങ്കിലും അത് ഉണ്ടാക്കി വരാം. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ടോപ്പിന് മാത്രം വേണ്ടവരൊക്കെ ചോദിച്ചതല്ല, കുറച്ച് കലങ്കാരി ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലും പോലെ ഞാൻ കഴിഞ്ഞ സൺഡേ വീഡിയോ കാണിച്ച മോഡലൊന്നും നോക്കുക. ഒരു ഇന്നർ പോലെയും കോട്ട് പോലെയൊക്കെ കാണിച്ചില്ല, ആ ഒരു മോഡലൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. അങ്ങനെയൊക്കെ വേണമെങ്കിലും ഈ ഒരു ഹക്കോബ കൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഈ ഹക്കോബ ഫ്ലോറൽ ഡിസൈൻ വിത്ത് കട്ട് വർക്ക് വരുന്നു. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ്. കാംബ്രിക് കോട്ടണിൽ വരുന്നു. 300 rupees ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു കളർ. അപ്പോൾ ചില കളർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടായിരിക്കും കളേഴ്സ് വരിക. ആ കളേഴ്സിന് നമുക്ക് അതിനൊക്കെ ഒരു പൊടിക്ക് ലൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെ വരുന്നു. അതങ്ങനെ. ഇനി നമ്മൾ ആ ഇഷ്ടമുള്ള സുന്ദരി ബ്ലൂ, സ്കൈ ബ്ലൂ കളറിലുള്ള വേറെ ഡിസൈനാണ് കിട്ടിയിട്ടില്ല, സെയിം ഡിസൈൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വേണ്ടവരിനി ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്തോളൂ. ഇനി അഥവാ കഴിഞ്ഞാൽ ഇനിയും ഈ സെയിം കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ആ കളർ പറഞ്ഞതുകൊണ്ട് കുറേ അന്വേഷിച്ച് തപ്പി പിടിച്ച് കൊണ്ടുവന്നതാണിത്. നല്ല വർക്കാണ് വരുന്നത്. ഇങ്ങനെ നമ്മുടെ സുന്ദരി ബ്ലൂ എന്ന് പറയും. ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഈ എൻഡിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് സ്ലീവ് ഇതാ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വരുന്നു. ഫുൾ കട്ട് വർക്ക്, ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ലതാണ്. 300 rupees, 300 രൂപയ്ക്ക് ഇങ്ങനെ വരുന്നു. നല്ല സ്കൈ ബ്ലൂ കളറിൽ, സുന്ദരി ബ്ലൂ എന്ന് പറയും. അങ്ങനെ ഇതിനും 300 rupees. അപ്പോൾ പറഞ്ഞു അതുപോലെ പുതിയ ആൾക്കാരാണെങ്കിൽ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ആ അയക്കുമ്പോൾ തന്നെ ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയാം. നമ്മൾ പിങ്ക് ഹക്കോബ ചോദിച്ചവർക്ക് ഇന്ന് 2 തരം പിങ്ക്, 3 തരം പിങ്ക് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കുള്ളൂ. നമുക്ക് ഷോപ്പിലുള്ള കളക്ഷൻ എടുത്ത് കാണിച്ചാണ്. ആ കുഞ്ഞൻ ഹക്കോബ, അതായത് വിഡ്ത്ത് കുറവുള്ളതാണ്. ഇങ്ങനെ വരുന്നു. എങ്കിലും നല്ലൊരു ഭംഗിയുള്ള 4 ഹോൾസ് വരുന്ന പോലെ കട്ട് വർക്കും ഫുൾ ത്രെഡ് വർക്കും വരുന്നു. 250 rupees ഇങ്ങനെ വരുന്നു. ഡാർക്ക് പിങ്ക് ഇപ്പോൾ പൊതുവേ ട്രെൻഡാണല്ലോ. ഇങ്ങനെ വരുന്നു. 250 രൂപ. അപ്പോൾ സിമ്പിളായിട്ട് ഫ്രോക്ക് മോഡലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓൾ ഓവർ ത്രെഡ് വർക്ക് വരുന്ന ഈ ഒരു ഫാബ്രിക്, ഓരോ വീഡിയോയിലും ഞാൻ മാക്സിമം ത്രെഡ് വർക്ക് ഫാബ്രിക്സിൻ്റെ കളക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും മിസ്സാകണ്ട. ഇതങ്ങനെ വരുന്നു. നല്ല പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് വരുന്നു. 280 rupees, 280 രൂപ. ഓൾ ഓവർ നല്ല വർക്കാണ് വരുന്നത്. കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അതിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ എൻ്റെ എവിടെ കാണാനില്ല, ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് സിമ്പിളായിട്ട് കുർത്തി ചെയ്താൽ തന്നെ മതിയാവും. ഇതിൻ്റെ വർക്ക് കാണണമെങ്കിൽ ഇത് അങ്ങനെ പിടിക്കണം. ആ നല്ല വശം തന്നെ എല്ലാം പിടിച്ച് ഇതാണല്ലേ, ഇതാ ഇങ്ങനെ വരുന്നു. ക്ലിയർ അല്ലേ? തിരിച്ചാണോ? ഇതാ ഇങ്ങനെ വരുന്നു. ഇതിലൊരു മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് റെഡി ആയിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ വരുന്നു. 280. ഇത് ബിഗ് വിഡ്ത്താണ്, 58 ഇഞ്ച് വീതിയുണ്ട്. ഇനി നമ്മൾ അതുപോലെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പേസ്റ്റൽ പീച്ച് കളർ, ലൈറ്റ് പീച്ച് കളർ എന്ന് പറയില്ലേ, ആ കളറിൽ വരുന്നു ഹക്കോബ. നമ്മുടെ സുന്ദരി ഹക്കോബ. നല്ല ഫുൾ ത്രെഡ് വർക്ക്, കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടണിലാണ്. പ്രീമിയം ഹക്കോബയാണ്. പ്രീമിയം ഹെവി കട്ട് വർക്കാണ് അത് വരുന്നു. ഇതും മറ്റതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ആ റേറ്റ് കുറഞ്ഞതും തമ്മിൽ ആ ഒരു ഇതിൽ ഇതാ ഇങ്ങനെ വരുന്നു. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. ഒരു പ്ലസൻറ്റ് ലൈറ്റ് പീച്ച് കളറിൽ വരുന്നു. 300 rupees, 300 രൂപ ഇങ്ങനെ വരുന്നു. അതങ്ങനെ. ഇനി ഓഫ് വൈറ്റിൽ ഇതാ ഇങ്ങനെ വരും. ഞാൻ വേറെ ഇതിരിക്കുന്ന ബാന്തിനി ദുപ്പട്ട, അത് നമുക്ക് അധികം വീഡിയോ കാണിക്കാൻ പോലും ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്തവർക്ക് കൊടുത്തപ്പോൾ തന്നെ കഴിഞ്ഞു. ഇതിൽ ഇനി നമുക്ക് വരുന്ന മുറയ്ക്കാൻ ചെയ്യാം. ബാക്കി ബാന്തിനീസ് ഇപ്പോൾ ഇവിടെ ഉള്ളതാണ്, ഈ കാണുന്നതാണുള്ളത്. പിന്നെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിരുന്നല്ലോ ഞാൻ, ബ്ലാക്ക് ഓറഞ്ചൊക്കെ വരുന്നത്. അപ്പോൾ ബാന്തിനിയിൽ നമുക്ക് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി കളേഴ്സ് വരുന്ന മുറയ്ക്ക് ഞാൻ കാണിക്കുക. അത് പ്യുവർ ബാന്തിനിയാണ്. 280 rupees per meter വരുന്നത്. അപ്പോൾ ഈ ഹക്കോബയുടെ കൂടെയൊക്കെ പെർഫെക്റ്റ് മാച്ചാണ്. പക്ഷേ ബാന്തിനിക്ക് എന്തായാലും കളർ കാർഡ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് വരുന്നു അടുത്ത നല്ലൊരു ബ്യൂട്ടിഫുൾ നമ്മുടെ നല്ല ഓഫ് വൈറ്റ് കളറിൽ ഹെവി കട്ട് വർക്ക്, നല്ല ബിഗ് ഹോൾസ് വരുന്നു. ഇങ്ങനെ വരുന്നു. 300 rupees. അപ്പോൾ ഇതൊക്കെ മിസ്സാക്കണ്ട. കാരണം
ഇത് അഫോർഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നവർ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഷ്രഗ് പോലെ അല്ലെങ്കിൽ യോക്ക് പോലെ ഒക്കെ വെക്കാൻ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യുമ്പോൾ അതിന് യോക്ക് പോലെ ഒക്കെ വെക്കാൻ പറ്റിയ നല്ല കളക്ഷൻസാണ് ഹക്കോബയുടെ. അപ്പോൾ മിസ്സാക്കണ്ട. 300 റുപ്പീസ്, 300 രൂപ അങ്ങനെ വരുന്നു. ഇനി ഞാൻ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ, കഴിഞ്ഞ വെനസ്ഡേ വീഡിയോയിൽ അല്ലേ വേറെ ചെയ്ത് ആ പീച്ച് കളർ കാണിക്കാൻ, അതിലിനി നമുക്ക് ഒരുപാടില്ല. ഞാൻ ഇതിലൊരു ടോപ്പും എ ലൈൻ കട്ടിങ് ആയിട്ട് എന്നാൽ എ ലൈനിൽ വിത്ത് സൈഡ് സ്ലിറ്റ് ചെയ്തു. അതിന് നമ്മുടെ ഷിഫ്ലി വർക്കിൻ ഓർഗൻസിൽ വരുന്ന ദുപ്പട്ടയും വെയർ ചെയ്തിട്ടുള്ള ആ ഒരു കുർത്ത ചെയ്ത ആ പീച്ചാണിത്. ഇതാ ഇങ്ങനെ വരുന്നു. 250 റുപ്പീസ്, 250 രൂപ. ഡാർക്ക് പീച്ച്, പ്ലസൻറ്റ് പീച്ച്. ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ചോയ്സാണ്. ഇങ്ങനെ അത് അങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ഡാർക്ക് നല്ല പിങ്ക്. അത് നമ്മളൊരു കുങ്കുമത്തിൻ്റെ കളറുള്ള പിങ്ക് പറയും, ഡാർക്ക് മജന്ത എന്നൊക്കെ പറയില്ല, ആ ഒരു കളറാണ്. അതങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടണിൽ ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്തിലാണ്. 300 റുപ്പീസ്, 300 രൂപ. അപ്പോൾ ഹക്കോബയുടെ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട്, മിസ്സാകേണ്ടതാ. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നു. ഇതാ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഇതിലൊക്കെ ഇതിലിനി ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഈ കളർ മിസ്സാക്കണ്ട. ഞാൻ സെയിം കളറിൽ ലേസ് വെച്ചിട്ട് മോഡൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ എന്താണെന്ന് ഫൈനൽ ചെയ്തിട്ടില്ല. എന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി കളറ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അധികം മെറൂൺ, പീച്ച്, ബ്ലാക്ക് അങ്ങനെ സ്റ്റക്ക് ആവുന്നതാണ്. പക്ഷേ ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി ലാസ്റ്റ് തീർന്നിട്ട് ഇനി ആരെങ്കിലും കൊണ്ടുപോകുന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ പറ്റാറുണ്ട്. അന്ന് ഈ ഒരു മെറ്റീരിയൽ അന്ന് അങ്ങനെ ഒരുപാട് പേര്, ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട് ചോദിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് 2 പീസ് കിട്ടിയത് കൊണ്ട് ഞാൻ ഒപ്പിച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. അത് അവർ ബാക്കി വന്ന കട്ട് പീസൊക്കെ തന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഹക്കോബയ്ക്ക് 300. ഇനി നമ്മുടെ സുന്ദരി ബേബി പിങ്കിൽ വരുന്നു. അടുത്ത നല്ല കുഞ്ഞരി കട്ട് വർക്ക്സ് എന്ന് പറയില്ലേ, ഇഷ്ടം പോലെ കട്ട് വർക്ക് വരുന്ന ഇതാ ഇങ്ങനെ നല്ലൊരു ബേബി പിങ്ക് കളറാണ്. അപ്പോൾ ഓരോ കളേഴ്സും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഇനി ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ, ഡിഫറെൻറ്റ് കളേഴ്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളുടെ എപ്പോഴും സ്ഥിരം ചെയ്യുന്ന കളറിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചോളൂ, നല്ല ഭംഗിയുണ്ടാവും. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനെനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുന്നതിനേക്കാളും ആ ഒരു സെയിം ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റിച്ചഡ് മോഡൽസൊക്കെ ഒരുപാട് ഹക്കോബയിലൊക്കെ ഇവിടെ തയ്ച്ച് പോയി, പക്ഷേ എനിക്ക് കാണിക്കാനൊരു വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായില്ല. അപ്പോൾ ഉണ്ട് ഇതിൽ നമ്മൾ വേറെ കോൺട്രാസ്റ്റ് ഡാർക്ക് കളർ വെക്കുമ്പോൾ ആ ഒരു കളറിന് അത്രയും എടുത്തറിയണില്ല. ജസ്റ്റ് ഒരു ഇങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഡാർക്ക് മജന്ത കൊടുക്കുകയാണെങ്കിൽ മജന്ത കളറിൽ പൊട്ടലി ബട്ടണൊക്കെ വെച്ചിട്ട് സ്പോഞ്ച് ബട്ടൺ കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷേ ഈ ചെറിയ ഹോൾസ് വരുമ്പോൾ നമ്മൾ ആ ഒരു സെയിം കളർ വെക്കുകയായിരിക്കും ഭംഗി. എന്നിട്ട് സിമ്പിൾ മോഡൽ ചെയ്താൽ മതി. എന്നാൽ തന്നെയും ആ മെറ്റീരിയൽ തന്നെ അതിന് ധാരാളമാണ്, അതിൻ്റെ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നു നല്ലൊരു ബേബി പിങ്ക് കളറിൽ. ബേബി പിങ്കിനേക്കാൾ ഒരു പൊടിക്ക് ഡാർക്കാണ്, നല്ലൊരു റോസ് കളർ, ലൈറ്റ് റോസ് എന്ന് പറയില്ലേ ആ കളറിൽ. ഹക്കോബ 300 റുപ്പീസ്, 300 രൂപ. ഇനി വരുന്നത് ഹോൾസ് ഇല്ല, പക്ഷെ ഓൾ ഓവർ നല്ല ത്രെഡ് വർക്ക് ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ വരും നല്ല ഒരു പീച്ച്, നമ്മുടെ ഒരു ഓറഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പീച്ച് പറയില്ലേ ആ പീച്ച്. അതിൻ്റെ ഒരറ്റം ഇവിടെ, അറ്റം ഇവിടെ അടിയിൽ എന്നാലും ഇങ്ങനെ എടുക്കുക. നമ്മളിങ്ങനെ ഒരു മഴത്തുള്ളികളൊക്കെ പോലെ തോന്നൂലേ ഇങ്ങനെ ഇങ്ങനെ ഓൾ ഓവർ നല്ല ഡിസൈനിൽ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. 280 ബിഗ് വിഡ്ത്താണ്, 58 ഇഞ്ച് വീതിയുണ്ട്, 280 രൂപ അങ്ങനെ വരുന്നു. പീച്ച് കളറിൽ നല്ല ഓൾ ഓവർ ത്രെഡ് വർക്ക്, പ്രീമിയം മെറ്റീരിയലാണ്, പ്രീമിയം കാംബ്രിക് കോട്ടണിൽ തന്നെയാണ്. നല്ല ഓൾ ഓവർ നല്ല വർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നു. ആ പീച്ചും ഈ പീച്ചും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി അപ്പോൾ ഈ ആദ്യം ലൈറ്റിനെ കണ്ടപ്പോൾ ഇത് ഡാർക്കാണ് തോന്നി, ഈ ഡാർക്കിനാണ് ഇത് വേറെ ഡാർക്ക്. അങ്ങനെ കണ്ടോ ഓരോന്നിൻ്റെയും കളറ് കൊച്ചു 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 വ്യത്യാസങ്ങൾ. ഇത് നമ്മുടെ ഒരു ഡാർക്ക് പീച്ച് അങ്ങനെ വരുന്നു. ഇനി ഇതിൻ്റെയും കൂടെ ഉപയോഗിക്കാം നമ്മൾ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് ദുപ്പട്ട. ഇപ്പോൾ റെഡി ആയത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ എടുത്ത എല്ലാവർക്കും അയച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ആരുടെയെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണേ. നമ്മൾ ചെയ്തെടുക്കുന്ന പാച്ച് വർക്ക് ദുപ്പട്ട അജ്രക്കിൽ 90 to 100 പീസസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുന്ന ഈ ദുപ്പട്ട. ഇനി ഈ സെയിം ഇതേ പാറ്റേൺ ആയിക്കോണമെന്നില്ല, ചെയ്തു തരുന്നത് ഒരുപാട് എഫേർട്ടുള്ള കാര്യമാണ്. പുതിയ ആൾക്കാരിലോണ്ടാണ് കേട്ടോ ഇത് വീണ്ടും പറയുന്നത്. അതങ്ങനെ വരുന്നു. 1000 റുപ്പീസ്, 1000 രൂപ. ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട ഒരു യോക്ക് പീസ്, സ്ലീവിലേക്കാനുള്ള പീസ് നമ്മൾ സെറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ മാത്രം കുറേ പേര് ഇങ്ങനെ എക്സ്ട്രാ കുറേ എണ്ണം വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് ആ 20 റുപ്പീസിന് ചെയ്തു തരാൻ പറ്റില്ല, അവർ റേറ്റ് പറയൂ കേട്ടോ. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ എണ്ണത്തിന് അങ്ങനെ ഓർഡർ വന്നിരുന്നു. കാരണം ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് കാരണം ഒരുപാട് പ്രയാസമുണ്ട്. കാരണം അകവശം കണ്ടോ ഇതങ്ങനെ ഓവർലോക്ക് ചെയ്ത് ഫുൾ ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ദുപ്പട്ട ഉണ്ടെങ്കിൽ ഏത് അജരക്കിൻ്റെ കൂടെയും ഏത് ഹക്കോബയുടെ കൂടെയും പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും
ഒക്കെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വരുന്നു 1000 rupees. ഇത് 2.5 മീറ്ററാണ്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് തരും. പിന്നെ ഇത് ഇങ്ങനെ യോക്ക് പീസ് ഉണ്ട് 100 rupees. നമ്മൾ സെറ്റായിട്ട് എടുക്കുമ്പോൾ അതിന് 1000, ഇതിന് 100 rupees. സ്ലീവിൽ വെക്കാൻ 2 സ്ലീവിലേക്കും കൂടെ തികയുന്നൊരിതാണിത്. ഇങ്ങനെ വരുന്നു 20 rupees, 20 രൂപയ്ക്കാണ് ചെയ്ത് തരുന്നത് ഇതിൽ. അപ്പോൾ ഇത് മാത്രമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് വരും കേട്ടോ. അവർ 30 ആണോ 40 അത്രയ്ക്കാണ് കൂടുതൽ എണ്ണത്തിൽ വന്നത്. കാരണം ഇതിങ്ങനെ ഓരോന്നും ചെയ്യുന്ന കണ്ടോ, ഇതിൻ്റെ അകവശം നല്ല സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വരണം. ഇങ്ങനെ ഇത് സ്ലീവിൽ വെച്ച് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തിട്ടില്ല, കാരണം അതിങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ. അത് അങ്ങനെ വരുന്നു 20. അപ്പോൾ യോക്കും നിങ്ങൾ ബ്ലാക്കോ ഏത് മെറ്റീരിയൽ എടുത്തിട്ട് വേണമെങ്കിലും അങ്ങനെ സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അത് അങ്ങനെ. അപ്പോൾ ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കാണിച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് ടോപ്പിന് കിട്ടുമെന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കലങ്കാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടോപ്പിന് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ദുപ്പട്ട സെയിം ഇല്ല. ഇനി ഇത് തന്നെ വേണമെങ്കിൽ ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം പ്യുവർ കലങ്കാരിയാണ്. ഇങ്ങനെ വരുന്നു. ഇതെല്ലാം നാച്ചുറൽ കോട്ടണിൽ വരുന്ന ഒറിജിനൽ കലങ്കാരിയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു 10-11 മീറ്റേഴ്സാണ് മാക്സിമം വരും അതിൻ്റെ കട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യാനുസരണം ബ്ലൗസിന് വേണ്ടവർക്ക് ബ്ലൗസിന് അല്ലെങ്കിൽ ടോപ്പിന് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു 44 ഇഞ്ച് എടുത്ത് 160. ഫസ്റ്റ് ഡിസൈൻ ഇതാ വരുന്നു ഇങ്ങനെ. അടുത്തത് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രിക്ക് റെഡ് കളറൊക്കെ മെറ്റീരിയൽ വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ ബോട്ടം ആൻഡ് ദുപ്പട്ടയായിട്ട്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ ഇന്നർ ആൻഡ് കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിലൊക്കെ വെയർ ചെയ്യാം. പ്യുവർ കോട്ടണിൽ വരുന്നു 160, 160 രൂപ കലങ്കാരിയിൽ. നെക്സ്റ്റ് വരുന്നു ഇതിനൊക്കെ ആ ഒരു ട്രഡീഷണൽ ഡൾ ഫിനിഷിംഗ് ആണ് ഈ കലങ്കാരി ഫാബ്രിക്കിന് വരിക. ഒരു ഫാബ്രിക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പൊടിയിലും മണ്ണിലും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. ഉപയോഗിക്കാൻ വളരെ സുഖം. ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനാണ് കലങ്കാരിയുടെ ഒരു ഗുണം വരുന്നത്. ഇങ്ങനെ വരുന്നു 44 ഇഞ്ച് എടുത്ത് 160, 160 രൂപ. നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു നമ്മൾ ഡാർക്ക് ഒലിവ് ഗ്രീൻ, ഒരു മിലിറ്ററി ഗ്രീൻ കളറും ഒരു ബ്ലൂവും കൂടെ വരുന്ന പോലെ ഇതങ്ങനെ വരുന്നു 160. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഒരു ഡാർക്ക് കോഫി, ബ്ലാക്കിലേക്ക് എത്തുന്ന കോഫി മസ്റ്റാർഡ് എല്ലാം കൂടെ കൂടിയിട്ടുള്ളത് 160. 44 ഇഞ്ചാണ് എടുത്ത്. നെക്സ്റ്റ് വരുന്നു മെറൂൺ കളറിൽ, മെറൂൺ ആൻഡ് ഒരു ആ യെല്ലോ കളറിൽ വരുന്നു 160. ഒരു ട്രയാങ്കിൾ പാറ്റേൺ എല്ലാം കൂടെ കൂടിയത് അങ്ങനെ. ഇനി ആ സ്റ്റാർ പോലത്തെ വരുന്ന സംഭവത്തിൽ ഡാർക്ക് കോഫി ബ്രൗണിൽ ഇങ്ങനെ വരുന്നു 160. കലങ്കാരിയാണ് എല്ലാം. 44 ഇഞ്ച് എടുത്ത് 160 rupees. അപ്പോൾ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയയ്ക്കുക, അപ്പോൾ എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് സൺഡേ ഇന്ന് ഷോപ്പ് ഓൺലൈൻ ഓഫ്ലൈൻ ഓൺലൈൻ എല്ലാം ലീവാണ്, ഷോപ്പ് ലീവാണ്. അപ്പോൾ നാളെ രാവിലെ മൺഡേ മോർണിംഗ് ആണ് അവർ ഓപ്പൺ ചെയ്ത് തുടങ്ങുള്ളൂ. അതിൽ ആദ്യം വന്ന് സാറ്റർഡേ പെൻഡിങ് ആയ മെസ്സേജസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് കിടക്കും. അപ്പോൾ സമയം ആവശ്യമാണ്, പെട്ടെന്ന് റിപ്ലൈ കിട്ടില്ല. നെക്സ്റ്റ് ഇതാ വരുന്നു നല്ല ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഇങ്ങനെ വരുന്നു. ഇതിന് നമുക്ക് ചേരുന്ന ഈ യെല്ലോ കളർ കോട്ടൺ സ്ലബ് വേണമെങ്കിൽ അവൈലബിൾ ആയിരിക്കും, അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇങ്ങനെ വരുന്നു. ഇനി മെറൂൺ ഇതിനൊക്കെ ഏതെങ്കിലും നിങ്ങൾ ടോപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ബോട്ടം മെറ്റീരിയൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിന് സാവകാശം ആവശ്യമാണ്. നെക്സ്റ്റ് ഇതിങ്ങനെ വരുന്നു കലങ്കാരിയിൽ ലാസ്റ്റ് വൺ 44 ഇഞ്ച് എടുത്ത് 160, 160 രൂപ. അതങ്ങനെ. ഇനി നമ്മൾ കാംബ്രി കോട്ടണിൽ 2 പീസ് സെറ്റിൽ ഇനി ഒരുപാട് കളക്ഷൻസ് കാണുകയാണ്. നമുക്ക് കുറേ ആയി ഒത്തിരി ഇങ്ങനെ വന്നിട്ട്, കാരണം ഒരുപാട് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ കോട്ടണിൽ തന്നെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ഒക്കെ ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാംബ്രി കോട്ടൺ നമ്മുടെ ജനപ്രിയ താരം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാം. നല്ലൊരു 2 പീസ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെ ടോപ്പ്, ഇത് ബോട്ടം അങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ടോപ്പും ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ വരുന്നു 44 ഇഞ്ച് വീതി 120 രൂപ. ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ, ഇത് ടോപ്പ്, ഇതിങ്ങനെ വരുന്ന മോഡൽ. ഇത് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ആവാം. ഓഫ് വൈറ്റ് കളർ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ഇതാ വരുന്നു ഇങ്ങനെ. ഇത് ടോപ്പ്, ഇത് ബോട്ടം, അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക. കാംബ്രി കോട്ടനൊക്കെ നമ്മൾ ലൈനിങ് വെക്കുകയാണ് നല്ലത് കേട്ടോ. കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ചോയ്സാണ്. ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും വെയർ ചെയ്യാം. എന്നാൽ ലൈനിങ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ലൈറ്റ് കളേഴ്സിനൊക്കെ പ്രത്യേകിച്ചും. അതങ്ങനെ ടോപ്പ്, ഇതിങ്ങനെ ബോട്ടം. ഇനി ഇത് വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. നെക്സ്റ്റ് ബ്ലൂ കളറിൽ ഇതാ വരുന്നു ഇങ്ങനെ. ഇത് ടോപ്പ്, 6 ആഗ് വൈറ്റ്, ബ്ലൂ ആൻഡ് വൈറ്റിൽ ഇങ്ങനെ വരുന്നു ബോട്ടം. വൈറ്റ് ബോട്ടം ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ടോപ്പ്, ഇങ്ങനെ വരുന്നു 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അങ്ങനെ ഇത് ടോപ്പ്. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ, ഇത് ബോട്ടം. ഇതെല്ലാം നമ്മൾ കാണുന്നത് കാംബ്രി കോട്ടൺ ആണ്. നെക്സ്റ്റ് വരുന്നു നല്ല ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളറിലതാ
ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ 44 ഇഞ്ച് വിഡ്ത്ത് 120 120 രൂപ. ഇതിങ്ങനെ ഈ ടോപ്പും ബോട്ടവും വരുന്നത് നമുക്കിനി അങ്ങോട്ട് യോക്ക് വെക്കാനൊക്കെ ആയിട്ട് മാത്രം 30 സെൻറ്റിമീറ്റർ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും. അങ്ങനെ വരുന്നു. ഇനി പാനൽ കട്ടൊക്കെ ചെയ്യാൻ അത് രണ്ടും കൂടെ കൂട്ടിയെടുത്താലും നല്ലതായിരിക്കും. നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ നല്ലൊരു ലൈറ്റ് ലൈലാക്ക് കളർ എന്ന് പറയും, ലാവെൻഡറിൻ്റെ പോലെ ലൈലാക്ക് കളറ്. ഇതങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം. സെറ്റായിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിനൊക്കെ പാനൽ കട്ട് ചെയ്യുന്നവർ ഈ 2 ഡിസൈനോടെ കൂട്ടിയിട്ട് ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ പറയുക. അതിന് നിങ്ങൾ വെറൈറ്റി മോഡൽസാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഫാബ്രിക് കൂടുതൽ എടുക്കണം. നോർമൽ ഒരു ടോപ്പാണെങ്കിൽ അപ് ടു XXL സൈസ് വരെ ആണെങ്കിൽ സ്ലീവിനൊരു ചെറിയ ജോയിൻ്റ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ 2.5 മീറ്റർ ടോപ്പും 2 മീറ്റർ ബോട്ടം എടുക്കുക. അതിൽ കൂടുതൽ സൈസുള്ളവർ ഇനി ലൈനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക. പാനൽ കട്ടൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഫ്ലെയർ ടൈപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ 3.5 മീറ്റേഴ്സൊക്കെ എടുക്കണം. അത് ശ്രദ്ധിക്കുക. നൈറ്റിക്കാണെങ്കിൽ മിനിമം 3 മീറ്ററെങ്കിലും എടുക്കണം. ഇതെങ്ങനെ വരുന്നു ടോപ്പ് 44. കോളർ നെക്കൊക്കെ ഉള്ള കുർത്തിയാണ് എങ്കിൽ അതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ എടുക്കണം. ക്യാൻവാസിൽ കോളറൊക്കെ കട്ട് ചെയ്യാനും ബാക്ക് നെക്ക് വെക്കാനും ഒക്കെ മെറ്റീരിയൽ ആവശ്യമാണ്. 44 ഇഞ്ച് വിഡ്ത്ത് 120 120 രൂപ. നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ ഇത് മാത്രം ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയാവാം 120. അപ്പോൾ അങ്ങനെ നമ്മൾ ആംബ്രിക്കോട്ടൻ്റെ തുടക്കം ഇന്ന് ഇലകളിലായിരുന്നു. അത് നെത്തി നിൽക്കുന്നത് ഇന്ന് നമ്മൾ പൂക്കളിലാണ്. ഇങ്ങനെ ഇലയും പൂക്കളും എല്ലാം കൂടി നടന്ന ഒരു വീഡിയോ ആവട്ടെ എന്ന്. അത് അങ്ങനെ വരുന്നു. നല്ല ഒരു ബർഗണ്ടി കളറിലാണ് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്ത് 120 120 രൂപ. ഇതിങ്ങനെ ടോപ്പ് 120 രൂപ. ഇങ്ങനെ വരുന്നു. ഇത് ബോട്ടം 120 രൂപ. ഇനി അതാ ഞാൻ ഈ കാണിച്ച സ്ട്രൈപ്സ് വരുന്ന ലൈൻസ് വരുന്നതൊക്കെ നമുക്ക് നൈറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ്. നെക്സ്റ്റ് വരുന്നത് ടോപ്പ്. ബ്ലാക്ക് ആണോ ഡാർക്ക് ഗ്രീൻ ആണോ? ഈ ബ്ലാക്ക് അല്ലേ? എന്തായാലും ഡാർക്ക് കളറാണ്. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ഒന്നുകൂടെ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് കൺഫേം ചെയ്തോളേ. പക്ഷെ അങ്ങനെ മെസ്സേജ് വീണ്ടും വീണ്ടും അയച്ച സമയം കളയരുത്. കാരണം ചില മെറ്റീരിയൽസ് പെട്ടെന്ന് തീർന്നു പോവേ. നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ. ബ്ലാക്കാണിത്. 44 ഇഞ്ച് വിഡ്ത്ത് 120 120 രൂപ. നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ബോട്ടം ഇതിൽ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിലെല്ലാം ഗ്രീനും എല്ലാം വരുന്നുള്ളത് കൊണ്ട് അങ്ങനെ എടുക്കാം. ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ നൈറ്റിക്ക് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. 120 120 രൂപ. അങ്ങനെ ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡൽ ചെയ്തപ്പോൾ ഇന്നർ ആൻഡ് കോട്ട് മോഡൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാറ്റേൺസ് കാണിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു സൂട്ടാവുന്ന പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് നമ്മുടെ കോട്ടൺ ലീനൻ. നമുക്ക് സമ്മർ ആയിരുന്നപ്പോൾ ഒരു കോട്ടൺ ലീനൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു മടിയായിരുന്നു. പക്ഷേ നമുക്കൊരു ഏത് ക്ലൈമറ്റിലും നമുക്കൊരു വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോട്ടൻ്റെ ലിനൻ്റെയും കൂടെ ബ്ലെൻഡായ ഫാബ്രിക്കാണ്. പ്യുവർ ലിനൻ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതിൻ്റെ പ്രിൻസിനെ കുറിച്ച് നമ്മൾ ഒന്ന് ക്വാളിറ്റിയും ഒക്കെ സെറ്റ് കുറച്ച് ടൈം എടുക്കും. എല്ലായിടത്തും അതുപോലെ മൊഡാല് അജരക്ക് ഒക്കെ വരാനുണ്ട്. ഓരോന്നിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ, എല്ലാത്തിനും ഒരു സമയമില്ലേ? അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇത് കോട്ടൺ ലിനനാണ്. 44 ഇഞ്ച് വിഡ്ത്ത് 180. ഇതുകൊണ്ട് നമ്മളൊരു സ്ലീവ്ലെസ് ഇന്നർ അങ്ങനെ ചെയ്തിട്ട് നമുക്കിതാ ഈ ഒരു പീച്ച് കളറിൽ, ഇതൊരു ജക്കാ ടൈപ്പ് കോട്ടൺ ആണ്. ഇങ്ങനെ വരുന്നു. പീച്ച് കളറിൻ്റെ പ്ലസ് ആൻഡ് പീച്ച് ഇങ്ങനെ വരുന്നു. ഇതിൽ 180. ഇതിൽ നമുക്ക് കോട്ട് പോലെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ജക്കാ ടൈപ്പ് ബുട്ടാസൊക്കെ വരുന്നത് 2 തരത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അതെപ്പോഴും ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഇവിടെ ചെയ്യുന്നവർ എങ്ങനെ ഏത് സൈഡ് അകത്തേക്ക് വെക്കണം ഏത് സൈഡ് പുറത്തേക്ക് വെക്കണം എന്ന് പറയുക. അതങ്ങനെ വരുന്നു. ഇതിൽ നമുക്ക് ഒരുപാട് അങ്ങനെ വ്യത്യാസം, ചിലതിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തറിയാം. ഒരു ത്രെഡ് പോലെ പുറങ്ങനെ നിൽക്കും. അപ്പോൾ അതിങ്ങനെ വരുന്നു. 180 180 രൂപ. നല്ലൊരു പീച്ച് കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടൺ ഇന്നർ മോഡൽ പോലെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് അങ്ങനെ ഒരു സെറ്റ്. ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഇന്നർ ചെയ്യാം. സിൽവർ ലൂറക്സ് ലൈൻസ് വരുന്ന കാംബ്രിക് കോട്ടണിൽ വരുന്നു. 140 140 രൂപ അങ്ങനെ വരുന്നു. ഇത് ഇങ്ങനെ. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു കോട്ടൺ ബുട്ട, അതിൻ്റെ അകവശം കണ്ടത് ഇങ്ങനെ വരും. ഇങ്ങനെ 180 180 രൂപ 44 ഇഞ്ച്. അപ്പോൾ ഇത് തമ്മിൽ ബ്ലൂ ലവേഴ്സ് നല്ലൊരു ചോയ്സാണ്. ഇതങ്ങനെ ഇന്നർ ആൻഡ് കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് അങ്ങനെ. ഇനി നല്ലൊരു ഭംഗിയുള്ള സിക്സാഗ്. നമുക്ക് ഇതിലേക്ക് സിക്സാഗിലൊക്കെ ഒരു ബോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പുകളുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടൺ ആണ്. 44 ഇഞ്ച് വിഡ്ത്ത് 120 120 രൂപ. ഇങ്ങനെ വരുന്നു. നമ്മൾ ഗ്രീൻ കളർ എടുത്ത മെറ്റീരിയൽ കൂടെ വേണം ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ അതിന് കൂടെ ഒന്ന് പെയർ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കും ഞാൻ. ആ മെറൂൺ കളർ ഹെവി റയോൺ ആണ്. ഇത് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ബണ്ടിൽ എനിക്ക് അവരെടുത്ത് വെച്ച് തന്നതാണ്. ഇതിങ്ങനെ വരുന്നു. നമ്മൾ ഹെവി റയോൺ ആണ്. 17 kg വരുന്ന തിക്ക് റയോൺ ആണ് വരുന്നത്. 140 റുപ്പീസ്. 58 ഇഞ്ച് വീതി, 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ പ്ലെയിൻ ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്ലെയിൻ ടോപ്പും സിക്സാഗ് ബോട്ടം എന്നിട്ട് ജസ്റ്റ് യോക്കിനോ അല്ലെങ്കിൽ സെൻറ്റർ പീസിനോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് 120, ഇത് 140. ഇത് കാംബ്രിക് കോട്ടൺ. ഇത് ഇങ്ങനെ തന്നെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബോട്ടം ചെയ്യാനാണെങ്കിൽ പോപ്ലിൻ മെറ്റീരിയൽ 100 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതെടുക്കാം.
ഇനി നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് ബോർഡിലൊക്കെ ചെയ്യണമെങ്കിലും ആ ഒരു ഗോൾഡൻ ലൂറക്സ് ലൈൻസ് വരുന്ന ഈ ഒരു കളർഫുൾ മെറ്റീരിയൽ ഞാൻ എടുത്ത് പുതിയ ആൾക്കാർക്ക് വേണ്ടി എടുത്ത് കാണിച്ചതാണ്. 140 അതങ്ങനെ വരുന്നു. അടുത്തത് ആ ഒരു സ്ലബ് സിൽക്കിൻ്റെ പോലത്തെ ഒരു കോട്ടൺ സ്ലബ് സിൽക്കിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു മാംഗോ എല്ലോടെ നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ സിൽക്ക് ഫിനിഷ് വരുന്ന ഒരു ഫാബ്രിക്കാണിത്. 120 120 രൂപ. അപ്പോൾ ഇതിൽ കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് പോലെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യും. ഇതിന് ബോട്ടോ ആയിട്ടല്ല, ബോട്ടോ ആയിട്ട് എടുക്കുമ്പോൾ കണ്ടോ ഇത്ര ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബോട്ടോ ആയിട്ട് പ്ലെയിൻ എടുക്കുമായിരിക്കും നല്ലത്. പക്ഷേ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് മോഡൽസിന് നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ലതാണിത്. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കും, ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ഇങ്ങനെയും ചേർത്ത് വയ്ക്കാം. 140 140 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഹക്കോബേലിത അടുത്ത സുന്ദരി കളറ്, ആ ഒരു ബ്ലൂ ടച്ച് വരുന്ന ആ ലൈലാക്ക് ഷെയ്ഡ് വരുന്ന ഇതിങ്ങനെ ഹക്കോബെ ആണെങ്കിൽ പോലും നമ്മൾ കോട്ടൺ ആയതുകൊണ്ട് കാംബ്രിക് കോട്ടൺ ആണെങ്കിൽ എങ്കിൽ പോലും നമ്മൾ കളേഴ്സ് ശ്രദ്ധിക്കണം. അതിൻ്റെ ലോങ് ലൈഫ് കളർ ഫെയ്ഡ് ആവാതിരിക്കാനൊക്കെ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ അവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കി മനസ്സിലാക്കി ചെയ്യുക. സംശയമുള്ളവർ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിടുക. വർക്കിംഗ് അവേഴ്സിലാണ് അതിൽ വിളിച്ചാൽ കിട്ടുക കേട്ടോ. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു, ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. അക്കോബ ആ സുന്ദരി കളറിൽ ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ് 300 രൂപ. ഇതാണ് വർക്ക് വരുന്നത്. നമ്മൾ ആ പിങ്ക് കണ്ടില്ലേ, ഡാർക്ക് ഒരു പിങ്ക്, അതിൻ്റെ കളർ ചേഞ്ച് ആണേ. അവിടെ ഒരു സുന്ദരി പിങ്ക്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടെ വേറെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ കൊണ്ടതിൻ്റെ കൂടെ ചെറിയ ബുട്ട, അതിൻ്റെ കൂടെ അല്ല ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇന്നർ ആൻഡ് കോട്ട് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമ്മുടെ കാംബ്രിക് കോട്ടനാണ്. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ കാംബ്രിക് കോട്ടനാണ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സിൽവർ ലൂറക്സ് ലൈൻസ്, ആ ഹെവി ലൈൻസ് വരുന്ന ഇത് കണ്ട് ഇത് തമ്മിലൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ. ഇതിങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇത് 140 140 രൂപ ഇങ്ങനെ വരുന്നു. ഇത് മാത്രം ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അത് ടോപ്പും ഇത് ബോട്ടവും ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പാനൽ കട്ട് കുർത്തി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് ഇത് ടോപ്പും ഇന്നർ പോലെ അങ്ങനെ വേണമെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഇനി ഇത് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ ഈ ബുട്ട ജോർജറ്റിൻ്റെ ഈ ലാവൻഡർ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് അംബ്രല കട്ടി നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ടും അതിലൊരു ടോപ്പും. ഇപ്പോൾ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് ട്രെൻഡാണല്ലോ, ഇങ്ങനെ വരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ കോട്ട എംബ്രോയ്ഡറിയിലെ സാരി കാണിച്ചില്ല, അതിൻ്റെ സാരി ഞാൻ എടുത്ത് അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, കുറേ പേര് കണ്ടു. അപ്പോൾ ആ കളർ ഏതാണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അന്ന് മോൾക്ക് ചെയ്ത ഡ്രസ്സും ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ലാത്തൊരു ഫോട്ടോയിൽ കിട്ടുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ പിൻ ചെയ്തിടാം, അല്ലെങ്കിൽ ആ സാരി കേട്ട് ഇനി ഒരു വീഡിയോയിൽ പിന്നെ വരാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കസ്റ്റമറിന് കൊടുക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ റെഡിയാക്കി, ഞാൻ സ്ലിപ്പ് മാറ്റിയിട്ടില്ല, കാരണം ആരുടെ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല ഡെലിവറി ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഡെനിമി ഞാൻ അന്ന് വെയർ ചെയ്തിരുന്നല്ലോ. ഞാൻ ഡെനിമിൽ ഒരു പാനൽ കട്ട് കുർത്തിയിട്ട് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മളൊന്ന് പഴയ വീഡിയോസിലെ കാര്യങ്ങളാണ് കേട്ടത് പറയുന്നത്. അപ്പോൾ ഈ ഡെനിം ഫാബ്രിക് ഇപ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ഡെനിം വരുന്നുണ്ട്, ഒട്ടും വരിയിടാവേണ്ട. സ്ട്രെച്ചബിൾ ഡെനിം ഒരാൾ ചോദിച്ചിരുന്നു, അതും വരുന്നുണ്ട്. അപ്പോൾ ആ ഡെനിമിൽ നമ്മൾ പാനൽ കട്ട് ചെയ്തിട്ട് അതിന് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് കൊണ്ട് ചെയ്തിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ കട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു മോഡൽ. അപ്പോൾ ഇതേ മോഡൽ നമുക്ക് ഡെനിം എന്ന് മാത്രമല്ല ഏതൊരു ഹക്കോബയിലൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ വരുന്നു. ഇത് ഹാഫ് കോളറാണ്, ഇങ്ങനെ വരുന്നു. ഇപ്പോൾ കോളർ നെക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് വൈഡ് നെക്ക്, ഇപ്പോൾ ഞാനൊക്കെ പേഴ്സണലി വൈഡ് നെക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അവർക്ക് നമുക്കും കംഫർട്ടബിളാണ് ഈ ഹാഫ് കോളർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മൾ നൈറ്റി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ടൊരു പ്ലീറ്റഡ് നൈറ്റി ഇതങ്ങനെ വന്ന് ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്ലീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ കാംബ്രിക് കോട്ടണിൽ നൈറ്റി ചെയ്യാനും നല്ലതാണേ. ഇതിങ്ങനെ വരുന്നത് ഈ മെറ്റീരിയൽ, ഇത് ഈ കാണിക്കുന്ന മെറ്റീരിയലിനല്ല ഓർഡർ. ഞാൻ നിങ്ങൾ ആ മോഡൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തു, ജസ്റ്റ് ഒരു പടി പോലെയും കൊടുത്തിട്ട് ഇതിങ്ങനെ വരുന്നു. അതിന് പിന്നെ നമ്മൾ ആ റേറ്റ് കുറഞ്ഞ ഹക്കോബയിൽ ഒരു മോഡൽ, ഒന്നും വലിയ വലിയ മോഡലുകളല്ല, പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ ജസ്റ്റ് ഒരു വീനെക്കിൽ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. അതങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും പാനൽ കട്ട് പറയാറുണ്ടല്ലോ, നമ്മൾ അജ്രക്കിൽ ഒരുപാട് പ്ലേസ് നമ്മൾ ആ ഒരു 24 പീസസ് 24 പ്രിൻസ് ഡിഫറെൻറ്റ് 12+12 ഫ്രണ്ടിൽ 12 ബാക്കിൽ 12 ഇങ്ങനെ വരുന്നു. യോക്കിന് വേറെ 2 ഡിസൈൻ കൊടുത്ത് ആ ഇങ്ങനെ നമ്മൾ കൊടുത്ത പാനൽസ് അതേ പീസസ് ഇവിടെ സ്ലീവിനും കൂടെ ഇങ്ങനെ കൊടുത്ത് നമ്മളിപ്പോൾ ദുപ്പട്ട ചെയ്തില്ലേ അതേപോലെ ചെയ്താൽ പാനൽ കട്ട് കുർത്തി. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നൊരു മോഡൽ. പക്ഷെ എന്താ അറിയോ, ഇതിങ്ങനെ നിങ്ങൾ ഓരോ പീസും എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് ലോസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തു തരും. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ
പ്രതിഭ എടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു തരാം ഇങ്ങനെ ചെയ്തു തരാം. കാരണം നമുക്ക് ഇതിങ്ങനെ നമ്മൾ ദുപ്പട്ടയ്ക്കും ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, കാരണം ഇതിന് നമ്മൾ ഈ ഇത്രയും ലെങ്ത്ത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതങ്ങനെ വരുന്നു. ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ ഇതാ ഇങ്ങനെ വരുന്നു കുർത്തി. ഇത് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ആ പറഞ്ഞ സാരിയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അത് ചെയ്യുമ്പോൾ ആ സാരി കാണിച്ചു തരാം പാനൽ. ഞാൻ പിന്നെ എപ്പോഴും പറയാറില്ല, നമുക്ക് കാംബ്രിക് കോട്ടണിൽ ഇപ്പോൾ കാണിച്ച മറ്റേ 2 പീസും അല്ല, ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനത് എൻ്റെ ടോപ്പ് തന്നെയാണ്. ഇതൊരു വീഡിയോക്ക് ഇട്ടിട്ട് വരും കേട്ടോ. നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ ആ ലൈൻസ് വരുന്നത് ഇങ്ങനെ ബോട്ടം ചെയ്തു. നമ്മൾ ഏത് ലൈൻസ് സിക്സാഗിലൊക്കെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആ ഹൊറിസോണ്ടലിയും വെർട്ടിക്കൽ പാറ്റേൺ മിക്സ് ചെയ്തിട്ട് ഇതെങ്ങനെ ചെയ്തു. എന്നിട്ട് യോക്ക് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ, ഇതിൻ്റെ കൂടെ ടോപ്പിന് കാണിച്ചിരുന്ന ആ ഡിസൈൻ ഇതിന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ടൊരു മോഡൽ ചെയ്തു. അതങ്ങനെ. പിന്നെ ഞാൻ പറയും സിക്സാഗ് ഇതെല്ലാം നമുക്ക് നൈറ്റ് ചെയ്യാൻ നല്ലതാണെന്നുള്ളത്. നമുക്ക് ഒരു ഹക്കോബയുടെ പീസും വെച്ചിട്ട് കാംബ്രിക് കോട്ടണിൽ ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാംബ്രിക് കോട്ടണിൽ ഹക്കോബയുടെ ഇങ്ങനെ ഒരു പീസും വെച്ചിട്ട് നമ്മൾ 550 റുപ്പീസിനാണ് നൈറ്റ് ചെയ്യുന്നത്. അപ് ടു ഒരു XXL സൈസ് വരെ ഉള്ളത് കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിന് ചെയ്ത് തരും ഇങ്ങനെ. പക്ഷേ ഓർഡർ എടുത്തപ്പോൾ സ്റ്റിച്ചിങ് സെക്ഷനിൽ വാക്ക് പെൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും മോഡലുകൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് തരാം. ഈ മോഡലോ അല്ലെങ്കിൽ സിമ്പിൾ യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് തരും. ഇതാ ഇങ്ങനെ. ഈ സിക്സാഗ് ഇപ്പോൾ അവൈലബിൾ ആണോ അറിയില്ല. പിന്നെ പുതിയ ആൾക്കാർക്ക് ഞാൻ ആ യോക്ക് വെച്ചിട്ട് ബ്ലാക്ക് ഹക്കോബിൽ ചെയ്തു പറഞ്ഞത് എൻ്റെ ടോപ്പാണ്, വീഡിയോയിൽ അന്ന് കാണിച്ചിരുന്നല്ലോ. ആ ഒരു ടോപ്പ് ഇതാണായിരുന്നു അത് മോഡൽ ഇങ്ങനെ ചെയ്തത്. നമ്മൾ ഇങ്ങനത്തെ പാച്ച് വർക്ക് ദുപ്പട്ടയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ യോക്കും ആ ദുപ്പട്ട ഇന്ന് ഇവിടെ ഇല്ല, ഏട്ടൻ കൊണ്ടുവന്നിട്ടില്ല, അത് വീട്ടിലാണ്. ഇത് സ്ലീവ് ഇങ്ങനെ വരുന്നു. പൊൽക്ക ഡോട്ട്സ് ഒക്കെ വെച്ചിട്ട് പൊൽക്ക ഡോട്ട്സ് ഇങ്ങനെ വരുന്നു. പൊൽക്ക ഡോട്ട്സ് അല്ല ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഫുള്ള് അതങ്ങനെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കലങ്കാരിയുടെ വീഡിയോയിലിട്ട് കാണിച്ചപ്പോൾ അത് ഏത് ബോട്ടമാണ് ചെയ്തത്. ഞാൻ ഈ ഗോൾഡൻ ബുട്ട വരുന്ന അതുകൊണ്ട് തന്നെയാണ് ബോട്ടം ചെയ്തത്. സിമ്പിളായിട്ടൊരു ബോട്ടം ചെയ്തു. ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ കാണിക്കാൻ പറയുന്നത്. ഞാനത് വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു, എന്നാലും ഫ്രണ്ടിലോട്ട് വന്ന് നിന്ന് കാണിച്ചില്ല. ഇങ്ങനെ ചെയ്തത്. അത് ഇവിടെ ഇങ്ങനൊരു ഇത് ശരിക്കും ആക്ച്വലി ഞാനൊരു കോട്ട് പോലെയാണ് അന്ന് സെറ്റ് ചെയ്തത്. പക്ഷേ എനിക്കതിങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഷേപ്പ് കറക്റ്റ് നിൽക്കണില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു. പോട്ട്ലി ബട്ടണാണ് നേരത്തെ പൊൽക്ക ഡോട്ട്സ് പറഞ്ഞത്. അതിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വലുത്. ഇങ്ങനെ സ്ലീവിന് കൊടുത്തു. ഇവിടെയും ഈ 3 പീസ് കട്ടിങ് ആണ്. ആ സിക്സാഗ് കൊടുത്ത് ഇങ്ങനെ ബാക്കിൽ ഫുൾ അടിയിൽ ആ ഒരു മെറൂൺ ലേസും കൊടുത്തു. ഇങ്ങനെ യോക്ക് കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോ. ഇനിയുമുണ്ട് വീഡിയോസ് ഒരുപാട് വരാൻ, ഒരുപാട് മെറ്റീരിയൽസ് ഓരോന്നും വരുന്ന വർക്ക് ചെയ്യാം. കലങ്കാരി പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞു പോയി. നമ്മൾ ഫ്രൈഡേ ഞാനത് വന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുത്ത് വീഡിയോ കാണിച്ചു. കാരണം നമുക്കൊരു സൺഡേ വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓരോ കളർ 2 മീറ്റേഴ്സിൻ്റെ ബോട്ടവും ദുപ്പട്ടയുടെ നമുക്ക് വീണ്ടും വരും. അതെല്ലാം വരും. വെനച്ചിരക്കും മൊഡാലും ഓരോന്ന് വരാനുണ്ട്. അതുപോലെ മസ്ലിനും ഒക്കെ ഓരോന്നിനെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്തിച്ച് മാക്സിമം നോക്കുന്നുണ്ട്. ഏറ്റവും നല്ലതായിട്ട് വന്നിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. കൈക്ക് ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ട് ബണ്ടിലെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ തടി കുറയാത്ത ചോദിച്ചു. ഇതിൽ നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ ഓരോ ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ കുറച്ച് സമയം എടുക്കും ഓരോന്നൊരു മാറ്റം വരുത്താനായിട്ട്. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കൈ കുത്തിയപ്പോൾ കൈയൊന്നും മറിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു പ്രശ്നം കൈക്കുണ്ട്. എന്നാലും വലിയ മേജർ ഇഷ്യൂസ് ഒന്നുമല്ല. അതുകൊണ്ട് കുറച്ചൊരു വണ്ടിയിലെടുക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എങ്കിലും ഒരുപാട് സന്തോഷത്തോടെ. എന്നാൽ നമുക്ക് ഇത്രയൊക്കെ വീഡിയോ ചെയ്യാനും നിങ്ങളുടെ മുമ്പിൽ വരാനും ഒക്കെ ഒരവസരം ഉണ്ടാക്കി തന്ന ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. പിന്നെ ഇതിനെല്ലാം കട്ട സപ്പോർട്ടുമായിട്ട് ഒപ്പം നിൽക്കുന്ന ക്യാമറാമാൻ എന്ന എൻ്റെ ഹസ്ബൻഡിനും നന്ദി പറയുന്നു. കൂടുതൽ ഫാമിലി, നമ്മുടെ കൂടെയുള്ള എല്ലാവരും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, മക്കളെല്ലാം ഒരുപാട് എനിക്ക് ഇപ്പോൾ എഡിറ്റിംഗ് നമ്മുടെ കൊച്ചുമോനാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. മോൻ 10th കഴിഞ്ഞതുകൊണ്ട്, മൂന്നാമത്തെ ആൾ 10th കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പോയി. ബാക്കി എല്ലാവരുടെയും അതുപോലെ നമ്മുടെ സ്റ്റാഫ്, അവരുടെ എല്ലാവരുടെയും ഒരുപാട് സ്നേഹവും സപ്പോർട്ടും. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിലെല്ലാം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഒപ്പം നിൽക്കുന്ന പ്രതിഭ, എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന പ്രതിഭ, പിന്നെ ഏത് ഡിസൈനും ചെയ്തെടുത്തിരിക്കുന്ന കട്ടിങ് മാഷ്, ആ സ്റ്റിച്ചിങ് സെക്ഷനിലെ സ്റ്റാഫ്, ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്ന കുട്ടികൾ, എല്ലാവരെയും ഒരുപാട് നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇനിയും
പിന്നെ നമ്മുടെ ഷോപ്പിൽ ഏത് കസ്റ്റമേഴ്സ് വരുമ്പോഴും ഒരിക്കലും ഒരു കസ്റ്റമർ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കുടുംബമാണ്, ഒരു റിലേഷനാണ് നമ്മൾ ഷോപ്പിലെ കുട്ടികളെ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ജാതി മത എല്ലാത്തിനും പിന്നെ എല്ലാം വ്യത്യസ്തരാണെങ്കിൽ പോലും ഒരു കൂട്ടായ്മയായിട്ട് ഒന്നിച്ച് വന്ന് കൂടിയതിൽ ഇതിനെല്ലാം ഒരു നിമിത്തമാക്കി തീർത്ത ഓരോരോ കാരണങ്ങളോ ചില ദുരന്തങ്ങളായിരിക്കും നമ്മളെ ഓരോ വഴിക്ക് എത്തിക്കുന്നത്. അതിനെല്ലാം ഇന്ന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടാവണം. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.